ദിവസം പ്രാർത്ഥിക്കണം. ദൈവഹിതത്തിലായിരിക്കണം നമ്മുടെ ജീവിതം, കൊച്ചു ജീവിതം, നമ്മുടെ ഭവനം, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. നമ്മൾ നാട്ടിൽ നിന്ന് പോയപ്പോൾ പേരൻസ് പാടിയ ഒരു പാട്ട് ഓർമ്മയുണ്ടോ? കൊണ്ടേ ചേർന്ന് പാടിക്കേ. നിന്റെ ഹീരം പോലെ മാറിയാൽ, ദൈവിക പ്രമാണങ്ങൾ വിട്ട് മാറിയാൽ നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് നീങ്ങും. ഒരു സംഭവം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ബൈബിളിലൊക്കെ എടുത്ത് തുറന്നു നോക്കാം. അബ്രഹാമിന്റെ ജീവിതം പഠിച്ചാൽ, അബ്രഹാമിനെ ദൈവം വിളിച്ചു, വേർതിരിച്ചു, വേർപെട്ട ഒരു ജീവിതത്തിലായി. നമ്മൾ വായിക്കുമ്പോൾ ദൈവം എന്ത് പറഞ്ഞു? അബ്രഹാം അനുസരിച്ചു എന്നാണ്. അങ്ങനെ കനാനിലായിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രയാസങ്ങൾ പലതുമുണ്ടായി. മിസ്രൈമിലേക്ക് പോകുവാൻ പ്ലാൻ ചെയ്യും. മിസ്രൈം എന്ന് പറയുന്നത് ദൈവഹിതത്തിന്റെ പരിപാടിയിലല്ല, അത് ലോകത്തെ കാണിക്കുവാണ്. ആശ്രയം ദൈവ പദ്ധതി വിട്ടിട്ട ലോകത്തിന്റെ പുറകെ നേട്ടം കൊയ്യാൻ അബ്രഹാം തിരിച്ചു. ദൈവഹിതത്തിൽ നിന്ന് മാറി. എല്ലാവരും ബൈബിൾ തുറന്നു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ദേശത്ത് ക്ഷാമം ഉണ്ടായി. ക്ഷാമം കഠിനമായി മതി. എവിടെ ക്ഷാമം ഉണ്ടായത്? അമേരിക്ക സമ്പന്ന രാഷ്ട്രം, ഇത്ര രുചികരമായ ഭക്ഷണം, ഇത്ര നല്ല റോഡ്. ഇവിടുത്തെ റോഡ് കണ്ട ഉമ്മ കൊടുക്കാൻ തോന്നും. നല്ല റോഡാണ്, നല്ല ചുറ്റുപാട്. എന്നാൽ ഇവിടെ ഇപ്പം നിങ്ങളുടെ മുൻപിൽ എന്തെല്ലാം സുഭിക്ഷമായ ഭക്ഷണം കിട്ടുന്ന രാജ്യത്ത് ക്ഷാമമുണ്ടോ? ഒരു പുറവുറുപ്പ. ക്ഷാമം കഠിനമായി. കേരളത്തിൽ 4-5 വർഷത്തിനു മുമ്പേ അരിക്ക് ക്ഷാമം ഉണ്ടായി. ആന്ധ്രയിൽ നിന്നും ബംഗാളിലുള്ള വ്യാപാരികൾ വരവ് നിന്നു. കേരളത്തിലെ വ്യാപാരികൾ പ്രഖ്യാപിച്ചു, ഒരാഴ്ചക്കുള്ളിൽ അരിയുടെ സ്റ്റോക്ക് തീരും. എന്റെ ഭാര്യയെ പറഞ്ഞു, ചോദിച്ചാൽ കിട്ടാത്തതുള്ളെല്ലാം പോയി മേടിച്ചു. എനിക്ക് അരിയില്ലേലും ബ്രെഡ് കഴിച്ചാൽ ജീവിക്കുന്ന പാർട്ടിയാണ്. ബ്രെഡ് കിട്ടിയില്ലേലും പച്ചവെള്ളം കുടിച്ചാൽ ജീവിക്കും. സ്തോത്രം. ഒന്നും പിടി കിട്ടിയില്ല. അപ്പോ ക്ഷാമം കഠിനമായപ്പോൾ അരി കിട്ടാൻ വന്നപ്പോൾ ഒരു മന്ത്രി പത്രസമ്മേളനം നടത്തി കേരളത്തിൽ. പാവം പിടിച്ച ദിവാരൻ പറഞ്ഞു, നിങ്ങൾ ഇനി മുട്ട പാൽ കഴിച്ചാൽ മതി, അരി കഴിക്കണ്ട. ഈ വലിയ പ്രതിഷേധമുണ്ടായി. ആ പാവം പിടിച്ച മന്ത്രി തിരുത്തി 2 ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അരി കഴിച്ചോ. അമേരിക്കയുടെ ചരിത്രങ്ങൾ പഠിക്കണം. പലപ്പോഴും സാമ്പത്തിക തകർച്ചകൾ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. വൈറ്റ് ഹൗസിന്റെ മുൻപിരിക്കുന്ന ടവർ നോക്കാം, 2 കളറാണ്. 200 അടി ഹൈറ്റ് ഉണ്ടെങ്കിൽ 80 അടി ഒരു കളറാണ്. അടുത്ത മുഴുക്ക വേറൊരു കളറാണ്. ഒരേ കുഴിയിൽ നിന്ന് വെട്ടിയെടുത്ത കല്ലുകൊണ്ട് പണിതായ ടവർ. പേര് വിട്ടുപോയി. ഞാൻ ആ ഗൈഡിനോട് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അന്ന് അമേരിക്കയിൽ വലിയ പ്രശ്നം, സാമ്പത്തിക ഞെരുക്കൊണ്ട് പണി നിർത്തേണ്ടി വന്നു. പിന്നെ 20 വർഷം കഴിഞ്ഞപ്പോൾ ആ കല്ല് കുഴിയിൽ പിന്നെയും വെട്ടിയെടുത്ത കല്ല് കളർ വ്യത്യാസമായി പോയി. അപ്പൊ ഞാൻ ശരിയാണ് പിന്നെ പറഞ്ഞ അങ്ങനെയൊക്കെ ഞെരുക്കങ്ങളും ഭാരങ്ങളും എല്ലാ രാജ്യത്തും, എല്ലാ കുടുംബത്തിലും, എല്ലാ വ്യക്തികളിലും. എപ്പോഴാ ജോലി പോകുന്ന അറിയത്തില്ല, എപ്പോഴാ ആരോഗ്യം പോകുന്ന അറിയത്തില്ല. ഞാൻ 2000 വരുന്നാൽ എനിക്ക് പണ്ട് മൈക്കില്ലാതെ പ്രസവിക്കുമായിരുന്നു, വെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഓക്കൽ കൂടെ പൊട്ടി തകർന്ന് ക്യാൻസർ രീതിയിലേക്ക് മാറിയത്. പറഞ്ഞിട്ട് എന്തായിട്ടാണ് ഉണ്ടാകുന്നു എന്നറിയില്ല. പോട്ടെ, കനാനിലായിരുന്ന അബ്രഹാം ഈ ക്ഷാമം മാറുവാൻ മിസ്രൈമിലേക്ക് ദൈവഹിതത്തിൽ നിന്ന് പോയപ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങൾ, ദൈവഹിതത്തിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന പാളിച്ചകൾ ചിലത് കാണാൻ സാധിക്കും. താഴോട്ട് വായിച്ചേ.
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം താഴോട്ട് വായിച്ച്. ശരിയാ, വായിച്ച ഒന്നുകൂടെ വായിച്ച്. അബ്രഹാം സാറായുമായി മിസ്രൈമിലേക്ക് പോകുമ്പോൾ മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അബ്രഹാം ഒരു കാര്യം പറഞ്ഞ വാക്കാ, വായിച്ചാട്ട്. തന്റെ ഭാര്യ സാറായോട് അബ്രഹാം പറഞ്ഞു, നീ സുന്ദരിയാന്ന് ഞാൻ അറിയുന്നു. എന്റെ മുഖത്ത് നോക്കി പിന്നെ വായിക്കാം. ആ റൂട്ടിൽ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, എന്റെ ഭാര്യ സുന്ദരിയാണ്. ചില പുരുഷന്മാർ കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളായാലും ഭാര്യ സുന്ദരിയാന്നൊരു ചിന്തയില്ല. സായുധന്റെ ഭാര്യ എനിക്കറിയാം, കൃഷ്ണന്റെ ഭാര്യ ഉണ്ട് ഇവിടെ. അപ്പൊ പറയണ ഈ എന്നെ മൊത്തം ചില ഭർത്താക്കന്മാർ ഭാര്യ സുന്ദരിയാന്ന് എന്താണെന്ന് അറിയുമ്പോ മരിക്കുമ്പോൾ ബോഡി എടുത്തിരുന്നു, ഓ എന്റെ ഭാര്യ സുന്ദരിയായിരുന്നുമല്ല. ഇപ്പം കിട്ടിയ ഭാര്യ ആരാ? ഒരച്ഛൻ കണ്ണടച്ച് കാണിച്ചു. ഞങ്ങളുടെ അടുത്തുള്ള അച്ഛൻ എന്ന് പറഞ്ഞതാ. നാട്ടിൽ പറയട്ടെ, ഇപ്പോഴത്തെ ഭർത്താവ് ഓക്കെ ആണോ? ആണോന്നെ കുടുംബത്തെ കുറിച്ച് എപ്പോഴാണ് ഞാൻ പ്രസംഗിക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. സമയം കിട്ടിയ കുടുംബത്തെ കുറിച്ച് പ്രസംഗിക്കാം. പക്ഷേ അബ്രഹാം പറഞ്ഞു, സാറായേ നീ സുന്ദരിയാന്ന് ഞാൻ അറിയുന്നു. ഒത്തിരി വിഷയമുണ്ട്. ഒത്തിരി കുടുംബങ്ങൾ ഡൈവോഴ്സിലേക്ക് നീങ്ങുന്നതായി തീപ്പെട്ടി മാറുന്ന തന്നെ ഭാര്യ മാറുന്നു. ഇവിടെ ഹൂസ്റ്റണിൽ പല പ്രത്യേകത നിങ്ങളെ സോപ്പിട്ട് പറയല്ല, അഭിമാനത്തോടെ ഞാൻ നിങ്ങളെ ഓർത്ത സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിപ്രായ വ്യത്യാസമൊക്കെ ചിലപ്പോൾ കുടുംബജീവിതത്തിൽ ഇല്ല. ആരോട് പറഞ്ഞ് ഇല്ലെന്ന്, എന്നാ ഒരാൾ വന്ന ബുദ്ധിയാ. അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും. എന്നാൽ ഭാര്യ ഭർത്താവ് അഡ്ജസ്റ്റ് ചെയ്ത കൃപയോടെ നിങ്ങളുടെ ഡോളറോ പണമോ കൊഴുപ്പോ അധികാരോ പവറോ ജോലിയൊന്നുമല്ല. നിങ്ങളുടെ കൊച്ചു കുടുംബങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. അനുഗ്രഹമായ ഭവനങ്ങൾ, ക്രിസ്തീയ കുടുംബങ്ങൾ ഈ ദേശത്ത്, ഈ രാജ്യത്ത് പ്രകാശിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുൻപോട്ടോട്ട് അബ്രഹാമിന്റെ ആ യാത്രയിൽ ദൈവഹിതത്തിൽ നിന്ന് മാറിയപ്പോൾ പറഞ്ഞു, സാറായേ നീ സുന്ദരിയാണ് എന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യം വായിച്ചേ. നിന്നെ അവർ കാണുമ്പോൾ പറയേ എന്നെ കൊല്ലുകയും. പുള്ളിക്കൊന്ന് വഹിക്കാൻ വയ്യ. സാറായേ നിന്നെ അവർ കാണുമ്പോൾ എന്നെ കൊല്ലുമടി, നീ ജീവിച്ചിരിക്കമടി, എന്റെ ഇൻസൾട്ട്സ് അല്ല നിനക്ക് കിട്ടുമല്ലോ. ചില അച്ഛന്മാരുടെ മോഹൻസ് ഉണ്ടായി പോയി. അപ്പോൾ ഒരു സൂത്രം ഇറക്കുവാണ് അബ്രഹാം. വിളികെട്ട ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം ക്രിസ്ത്യാനികളെ, മാർത്തമ്മക്കാരെ, ഇതിന്റെ സഭാ ജനങ്ങളെ, അച്ഛന്മാരെ, പാസ്റ്റർമാരെ, വലിയവരെ, ചെറിയവരെ, സൂത്രമൊന്നും ഉപയോഗിക്കരുത്. അമേരിക്കന്നോ, ഹൂസ്റ്റനോ, ന്യൂയോർക്കെന്നോ, കുവൈറ്റെന്നോ, പുല്ലാണെന്നോ, കൊമ്പനാണെന്നോ എന്ന് വ്യത്യാസമില്ല. മുൻപിൽ ദൈവരാജ്യം വീടുണ്ട്. ഞാൻ നിങ്ങളത് പ്രാപിക്കണം. വിശുദ്ധ മധുവാണ് മുൻപിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുന്ന. അപ്പോൾ അബ്രഹാം ഭാര്യയോട് ചില സൂത്രവാക്കുകൾ, ഞാൻ എന്റെ നാട്ടിലെ രീതിയിൽ പറഞ്ഞാൽ ചില നമ്പറുകൾ ഭാര്യയോട് അബ്രഹാം പറഞ്ഞു. വായിച്ചതോട്ട് നീ അധികമൊന്നും പറയണ്ട, നീ സഹോദരി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇവ ചാക്കോച്ചതിലാണ് ജീവിച്ചിരിക്കുന്ന. ഭാര്യയെ പെങ്ങളാക്കി, ഭാര്യയെ പെങ്ങളാക്കി. എന്തിനു വേണ്ടിയാ? ക്ഷാമം മാറാൻ, പുതിയ കാറ് മേടിക്കാൻ, പുതിയ വീട് വെക്കാൻ, ഡോളറോ ദിനാറോ ദിർഹംസോ ഇന്ത്യ റുപ്പിയോ കരസ്ഥമാക്കുവാൻ. നേട്ടം കൊയ്യുവാൻ അങ്ങ് മാറി, പേര് മാറ്റി, ജീവിതം മാറി. ഇനിയ ഏറ്റവും വലിയ രസം, നിങ്ങൾ ഒരാൾ വായിച്ചാൽ മതി, ബൈബിൾ എല്ലാവരും മടക്കി വെക്കാം. അപ്പോൾ അബ്രഹാം ദൈവഹിതത്തിൽ നിന്ന് മാറി ഭാര്യ ആരാക്കി? ഭാര്യയെ പെങ്ങളാക്കി. ജീവൻ പോകേണ്ടി വന്നാലും
തട്ടിപ്പിനോ വെട്ടിപ്പിനോ അശുദ്ധിക്കോ പാപത്തിനോ നമ്മൾ കൂട്ടുനിൽക്കരുത്. എന്റെ പ്രസംഗം ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല. ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടാമെന്നല്ല, 100 രൂപ മേടിക്കാനുമെന്നല്ല, കിട്ടിയാൽ മേടിക്കും. സ്തോത്രം. എന്റെ ബ്ലഡ് പോസിറ്റീവാണ്. 56 വയസ്സ് വരെ ആർക്ക് ചോദിച്ചാലും കൊടുക്കും. എനിക്കിടുന്ന പണം കഴിവ് സ്വാധീനം. സാധി വരുമ്പോ ചോദിക്കണം, റെജിയോട് ചോദിക്കണം, ജോമോനോട് ചോദിക്കണം, ജീവനോട് ചോദിക്കണം ജീവിത ശൈലി എങ്ങനെയാണെന്ന്. ഇന്നലെ രാത്രി പ്രസംഗത്തിൽ പറഞ്ഞു, മനുഷ്യൻ പണത്തിനായി ജീവിക്കരുത്. കേട്ടോ? പിന്നെന്താ പറഞ്ഞതാ? രണ്ടും കേട്ടില്ല. എത്ര ഗുണമായിപ്പോ. മനുഷ്യൻ കയറി കേട്ടോ, ടെസ്റ്റഡ് ഭാര്യ കേട്ടെന്ന പുള്ളിയെ കാശ് സൂക്ഷിക്കുന്ന ടീമല്ലേ. അപ്പോ പണത്തിനായി ജീവിക്കരുത്, ദൈവത്തിനായി ജീവിക്കണം. 10,000 ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് കേരളത്തിൽ, ഇന്ത്യയിലെ പല പട്ടണങ്ങളിൽ ഞാൻ പ്രവർത്തിച്ച റിവൈവൽ ടീമായി. അതുകൊണ്ടായി ധീരമായി അനുഭവത്തിൽ പറയുന്ന, ശക്തമായി പറയട്ടെ, ഭാര്യയെ ഇവൻ പെങ്ങളാക്കി. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, ജീവിച്ചാലും മരിച്ചാലും, വീടുണ്ടേലും ഇല്ലേലും, കാർ ഒത്ര ഉണ്ടേലും ഇല്ലേലും, ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും പരമാർത്ഥമായി ജീവിച്ചാൽ കൈവിടാത്തൊരു ദൈവം ജീവിക്കുന്നു. അത് ഞാൻ സ്തോത്രമൊന്നും ഇന്നലത്തെ അത്രയും പറഞ്ഞില്ല. മെസ്സേജ് വേറെയാ. ഇന്ന് എല്ലാവരും ചേർന്ന് ഇനിയും കൈയടിക്കാതെ ഒരു പാട്ട് പാടിക്കും. വിശുദ്ധിയെ തികച്ചുന്ന സമയം പോയാലോ അല്ലെ പാടി ആരാധിക്കുന്ന ഒരു അനുഭവമായി മാർത്തോമാ സഭയ്ക്ക്. ഞാൻ വെൺമണിയിൽ പള്ളി ചെന്നപ്പോൾ അവിടുത്തെ ഒരു പ്രായമുള്ള അപ്പച്ച പറഞ്ഞു, ജോയി, ഈ പണ്ട് മാമൻ ഉപദേശി വെൺമണി ദേശത്ത് വന്നപ്പോൾ കൊച്ചു പള്ളിയാണ്. ഇപ്പൊ നമ്മുടെ ട്രിനിറ്റി പള്ളി, ഇമ്മാനുവൽ പള്ളി എത്ര പരിഷ്കരിച്ചു, എത്ര ഭംഗിയായി, എത്ര യോഗ്യന്മാർ, 2 അച്ഛന്മാർ വിളിച്ചാ സഭയെ ഉയർത്തി. എനിക്ക് പഴയ കഥയെല്ലാം അറിയാം. ഞാൻ ഈ മാരാമണ്ഡലം മാടോലി കുടുംബത്തിൽപ്പെട്ട പൊന്നിയിലെ പുല്ലാട്ട് താമസിക്കാൻ അറിയപ്പെടാം. എനിക്ക് സംഭവ ചരിത്രങ്ങൾ എൻ്റെ 64 വയസ്സുള്ള പ്രായത്തിൽ എല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. കഴിവതും കൊണ്ട് അപ്പൊ ഈ വെൺമണിയിലെ കൊച്ചു പള്ളിയാണ്. ആ കൊച്ചു പള്ളിയിൽ മുഹമ്മദ് ദേശി ഒന്ന് പ്രസംഗിച്ചു. പണ്ട് കാലത്തെ അനുഭവം വലിയ ഉണർവാണ്. എല്ലാവരും കൈയടിക്കുകയും അന്നെല്ലാവരും കയ്യൊക്കെ അടിക്കും. ചില ഇതെല്ലാം മസിൽ പിടിച്ച ചില പള്ളി ചെന്നാൽ മോർച്ചറി ഇരിക്കുന്ന പോലെ ഇരിപ്പില്ല, സ്റ്റൈലാണ്. വെൺമണിയിലെ കൊച്ചു പള്ളിയിൽ ഈ മാമനുദാസി ആ പള്ളിയിലെ അച്ഛനും ജനങ്ങളെല്ലാം ആത്മീയം നൃത്തം ചെയ്ത് ചാടി ചലിച്ചു. എന്നോട് അപ്പച്ചൻ പറഞ്ഞു, ജോയി, മാമനുദാസി ചാടിയപ്പോൾ കൊച്ചു പള്ളിയാ, നമ്മുടെ ചെറിയ പള്ളികളാ പണ്ട് കേരളത്തിൽ. മാമനുദാസി ചാടി പള്ളിയുടെ ശീലാന്തിയെ പിന്നെ കപ്പിയാർ എഴുതി കൊടുത്തിറക്കി. 14 സങ്കീർത്തനം 7 വാക്യം അറിയാമോ? 14 സങ്കീർത്തനം 7 വാക്യം, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ. കീബോർഡ് വായിച്ച മോന്റെ പേരാണ് റോജി. എന്റെ ഏറ്റവും ഒരു പ്രിയപ്പെട്ട അച്ഛന്റെ മോനാണ്. ഇവിടെ നീ ആത്മീയ ലൈനാണോ? അല്ല, അറിയണമല്ലോ. പപ്പാട് പറയണമല്ലോ, ദൈവമകളെ ഇന്ന് രാത്രിയിൽ ആത്മചൈതന്യമായി നൃത്തം ചെയ്ത് മടങ്ങണം. പോട്ടെ, സമയം പോയല്ലോ. അബ്രഹാം പറഞ്ഞു, സാറായേ, നീ എന്റെ സിസ്റ്ററായി കഴിയുമ്പോ എനിക്ക് എന്തെല്ല നന്മയാണ് കിട്ടുന്നത്. ഒരാൾ ബൈബിൾ വായിക്കണം, മറ്റുള്ളവരെല്ലാം ബൈബിൾ മടക്കി വെക്കാം. എന്തിനറിയാമോ ഇത് പറയുന്നറിയാമോ? നോക്കാം. ഈ പ്രസംഗിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഇങ്ങനെ പുസ്തകം തുറന്നു നോക്കിയാൽ പ്രസംഗം കേൾക്കുകയും വേണ്ട, അവസാനം വരെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. എനിക്ക് ലൈനെല്ലാം അറിയാം, നമ്പർ അറിയാം, എനിക്ക് ഈ സ്മോൾ അടിക്കുന്ന അച്ഛന്മാരുടെ മുഖം കണ്ടാൽ അറിയാം. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ ഇത് അടിച്ച പരിചയമില്ലാത്തതുകൊണ്ട് അവർക്കിത് അറിയില്ല. അപ്പൊ പറഞ്ഞേ അബ്രഹാം സാറായോട് ഇന്ന് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സാറായോട് പറഞ്ഞ ചില വാക്കാം. ഓക്കെ, ദൈവഹിതം മാറി, ക്ഷാമം മാറി, നേട്ടം കൊയ്യുവാൻ ഭാര്യയെ ആരാക്കി? സഭ ജനത്തിന് മാറും, കൂട്ടായി മാറും, വ്യക്തികളും പേര് മാറ്റും, എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പോവാ. ഈ ആത്മീയ ഗോളത്തിൽ സമയമില്ലാത്തോടാ പറയാത്തതാ. അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേജുകളിൽ തുറന്ന് പ്രസംഗിക്കും. മാർത്തോമാ സഭാ ജനങ്ങൾ വളരെ ഭയത്തിലും വിനയത്തിലും വിശുദ്ധിയിലും വളരെ ജ്ഞാനത്തോടെ ജീവിക്കണം. സഭാ ജനങ്ങളുടെ പ്രമാണത്തിൽ നിൽക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ നേട്ടം കൊയ്യുന്ന എന്തൊക്കെ അറിയാമോ? ഒരാൾ വായിച്ചാട്ടാ മറ്റുള്ള കേട്ടിരുന്നാ മതി. ഉൽപ്പത്തി 12-ാം അധ്യായം 16-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. നിങ്ങളൊക്കെ കുറച്ച് വായിക്കാം. രാവിലെ മുതൽ ഉപവാസമാണ്, കുറച്ച് വായിച്ചു. എനിക്കാണ് ജെല്ലി നിൽക്കണം, ജെല്ലി ഇടിച്ചു നിൽക്കണം. നീ കുഞ്ഞു വായിച്ചു ശരിയാടാ. സാറായേ, നീ എന്റെ പെങ്ങളാകുമ്പോൾ, എന്റെ രീതിക്ക് മാറ്റമുണ്ടാകുമ്പോൾ, എന്റെ ജീവിത ശൈലിക്ക് മാറ്റമുണ്ടാകുമ്പോൾ, ഞാൻ സൂത്രം ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം നേട്ടമാണ് കിട്ടുന്ന. 16-ാം വാക്യം ശക്തമായി വായിച്ചേ. അവിടെ നിമിത്തം ഫറവോൻ രാജാവ് അബ്രഹാമിന് എന്തെല്ലാം നന്മ കൊടുത്തു. സാറാണ് നിമിത്തം വായിച്ചോ. അവന് ആട്, മാട്, കഴുത, ദാസന്മാർ, പെൺകഴുത മതി. സമയം പോയിട്ട് ലിസ്റ്റ് വായിക്കണ്ട. ഇവൻ ഇതുവരെ പ്രസംഗിച്ച മറന്നാൽ ഇത് മറക്കരുത. ഭാര്യയെ പെങ്ങളാക്കിയപ്പം കിട്ടിയ സംഭാവന കഴുത. ഗ്ലോറി കഴുത കയ്യിലുണ്ടാ. കഴുത പ്രമാണം വിട്ട് കളയരുത്. നീ ആരാണേലും, ഏത് വലിയവനാണേലും, ഏത് ഭവനമാണേലും, ഏത് സഭയാണേലും, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം ഇവിടുത്തെ സംസ്കാരമല്ല, ഇവിടുത്തെ പരിഷ്കാരമല്ല, നമ്മുടെ കൊഴുപ്പല്ല, നമ്മുടെ കൊച്ചു ജീവിതം ദൈവഹിതമാണോ? പാപത്തിനെതിരെ, അശുദ്ധിക്കെതിരെ, അനീതിക്കെതിരെ, മോഹങ്ങൾക്കെതിരെ വിളിക്കപ്പെട്ട ജനം സജീവമർദ്ദല്ലോ അകലുന്നവരെ അടുപ്പിക്കുന്ന ജീവിത ശൈലി. ദൈവമക്കളെ, നേട്ടം കൊയ്യുവാൻ എന്തെല്ലാം മാർഗം എനിക്ക് നിങ്ങളുടെ മുൻപിലുണ്ട്. ഞാൻ എൻ്റെ കൊച്ചു ജീവിതം എന്നെ വൈദികന്മാർ പഠിപ്പിച്ച പ്രമാണത്തിൽ 40 വർഷമായി മാർത്തോമാ സഭയുടെ ഡിസിപ്ലിനിൽ എന്റെ പ്രസംഗത്തെക്കാൾ അധികം ജീവിക്കാൻ ശ്രമിക്കുന്ന ആളാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ലേലും നടത്താം. മണിക്കൂർ ധ്യാനിക്കേണ്ടിയാണ്. പോട്ടെ, ഇവനെന്നെല്ലാം കിട്ടി, കഴുതയെന്നെല്ലാം കിട്ടി. പക്ഷേ ഇവൻ പോഷത്വം കാണിച്ചെങ്കിലും ദൈവം അബ്രഹാമിനെ മറന്നില്ല. അബ്രഹാം ഇടപെട്ടു, സാറായെ കൊട്ടാരത്തെ തിരിച്ച് കൊടുത്തു. നമ്മൾ ചിലപ്പോഴൊക്കെ നേട്ടം കൊയ്യുക, പല സ്വഭാവത്തിലൊക്കെ നമ്മൾ അടിമയാണേലും ദൈവം കൈവിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ 40-ാം വർഷം കൊണ്ടാടുമ്പോൾ 20 വർഷമായി ഇമ്മാനുവേൽ ഒന്നിച്ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാനും നിങ്ങൾ ചില പാളിച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകാം. കർത്താവേ, ഞങ്ങളുടെ ജീവിത സ്വഭാവങ്ങൾക്ക്, ഞങ്ങളുടെ ജീവിത രീതിക്ക് ദൈവം മുൻപാകെ പരമാർത്ഥമായി ജീവിച്ച പണമാണോ, ജോലിയാണോ, കഴിവാണോ, ആരോഗ്യമാണോ, ഇതെല്ലാം ദൈവം തരാൻ മതിയാവണം. സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക. എനിക്ക് പല സുഹൃത്തുക്കൾ വലിയ ധനാഢ്യന്മാരുണ്ട് കേരളത്തിൽ, ഇന്ത്യയിലുണ്ട്. കുടിച്ച് നാറി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ സമ്പൽ സമൃദ്ധമായിരിക്കുന്നു. നമ്മുടെ അമേരിക്കയിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും മലയാളികളൊക്കെ വളരെ പണക്കാരുണ്ട്. ദൈവമില്ലാത്ത വഴികളിൽ ജീവിച്ച, പണമൊത്തിരി സമ്പാദിച്ച അനേക ടീമുകളുണ്ട്. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, നിങ്ങൾക്ക് നല്ലവണ്ണം ജോലി ചെയ്യാൻ ദൈവം കഴിവ് നൽകി, നിങ്ങൾക്ക് ഭവനം നൽകി.
അത് മതി. സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ തലമുറ ദൈവം നടത്താൻ മതിയാവണം. പിള്ളേരോട് പറയണം, മക്കളോട് പറയണം. മുൻപോട്ട് പോട്ടെ. അബ്രഹാമിന്റെ വിഷയത്തിൽ ദൈവം ഇടപെട്ട സാറായെ ദൈവം മടക്കി കൊടുത്തു. ദൈവഹിതത്തിൽ നിന്ന് ഞാനും നിങ്ങളും മാറി അകന്നു പോയാൽ നമ്മെ കൈവിടാത്ത അടുപ്പിക്കുന്നവർ ദൈവം ജീവിക്കുന്നു. മൂന്ന് കാര്യം പഠിച്ചു. ഒന്ന്, ദൈവസന്നിധി വിനയപ്പെടുക. രണ്ട്, ദൈവസന്നിധി പ്രാർത്ഥിക്കുക. മൂന്ന്, ദൈവഹിതം തിരിച്ചറിവിൽ അന്വേഷിപ്പി. നാല്, കുറച്ച് വായിക്കാം. ദുർമാർഗം വിട്ട് തിരിയുക. എന്തോ വിട്ടൊഴിയാന്? ദുർമാർഗം. ആത്മീയ ഗോളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ വിളിക്കപ്പെട്ട ജനങ്ങൾക്കും എനിക്കും നിങ്ങൾക്കും ചില പാപങ്ങൾ നമ്മളെ മാടി വിളിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദുർമാർഗം പെരുകുന്ന പണ്ടത്തെ അവസ്ഥയാണോ ഇന്നത്തെ അശുദ്ധി പെരുകിയിരിക്കുന്ന? നിങ്ങൾ രാജ്യത്ത് നിങ്ങൾ താമസിക്കുന്ന ഈ മനോഹര രാജ്യം, അനുഗ്രഹപ്പെട്ട രാജ്യത്ത് എന്ത് ചെയ്യാൻ, ഏത് രീതിയിലും ജീവിക്കാൻ മടിക്കാത്ത, മടിയില്ലാത്തവരുണ്ട്. ഇങ്ങനൊരു കാലഘട്ടമാണ്. ദുർമാർഗം പെരുകിയിരിക്കുക. ഞാൻ എൻ്റെ പ്രായപരിധിയിൽ അത്രയും പറയുന്നുള്ളൂ. അമ്മമാരെ, അപ്പന്മാരെ, അങ്കിളുമാരെ, ആൻറ്റിമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മക്കളോടൊക്കെ പറയണം പാപത്തെ വിട്ടുപിടിക്കാൻ. ഞാൻ ഈ ദിവസങ്ങളിൽ പോയൊരു പാഴ്സനയിൽ അച്ഛനൊരു കാര്യം പറഞ്ഞു. ഇടവക സെക്രട്ടറി എന്നെ കാണിച്ചു ഒരു ഫേസ്ബുക്കൊക്കെ നല്ല കാര്യം. അമേരിക്ക കണ്ടുപിടിച്ച ഫേസ്ബുക്ക്. എൻ്റെ നാട്ടിലുള്ള ചെറുപ്പക്കാരെ വിളിച്ചു ചോദിച്ചാൽ ഫേസ്ബുക്കിലുണ്ട്. പേര് ഞാൻ പറഞ്ഞില്ല, റേഷൻ കാർഡിലേ ഉള്ളൂ. പറഞ്ഞു ചോദിച്ചാൽ ഐസിന്റെ പകുതി പോയി. അപ്പൊ ഞാൻ ചോദിച്ചത് അമേരിക്ക ഇന്റർനെറ്റ്, ഇമെയിലും ഫേസ്ബുക്ക് കണ്ടുപിടിച്ച എന്തിനാ നിനക്ക് അറിയാമോ ചോദിച്ചു. അറിയത്തില്ല, പറഞ്ഞാലോ പറഞ്ഞു. അവിടെ വിവരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ അച്ഛനോട് പറഞ്ഞ രീതി ഞാൻ ആ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടു. എന്തോ കണ്ടതറിയാമോ? ഒരു മണവാട്ടിയുടെ കല്യാണ ഫോട്ടോ. അപ്പൊ UK ഒരു മാതാവ് പെൺകുട്ടി, അവിടെ പേരൊക്കെ എഴുതിയെടുത്ത് മറന്നുപോയി. അവർക്ക് അവിടെ പ്രായമധികമൊന്നുമില്ല. അവിടെ വിവാഹം മോചന ഡൈവേഴ്സായ പെൺകുട്ടിയാണ്. ഒരു ദിവസം അവൾ, നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് രാത്രി പോയി നോക്കിയാൽ കാണാം. അപ്പോൾ പല മാധ്യമങ്ങളുടെ ഫോട്ടോ സഹിതമുണ്ട്. അവിടെ മണവാളന്റെ ഫോട്ടോയും ഉണ്ട്. അപ്പോൾ മണവാട്ടിയാകാൻ പോകുന്ന പെൺകുട്ടി അവിടെ വീട്ടിൽ കഴിയുന്നതായ ഡോഗിനോട് ചോദിച്ചു, നീ എൻ്റെ ഭർത്താവാകുമോ? അതാ വാചകം. പട്ടി തല വിട്ടിച്ചു, ആകാം. ഓ, പട്ടി പറഞ്ഞു ഞാൻ മണവാളനാകാം. അവള് പട്ടിയെ കുളിപ്പിച്ചു, റെഡിയാക്കി. അവളെ കുളിപ്പിച്ചു, ഡോക്ടർമാരെ കുളിപ്പിച്ചു. തമാശ പറഞ്ഞല്ല, ദുർമാർഗം പെരുകുന്ന കാലഘട്ടം. പ്രാന്ത എന്തെന്ന് പറഞ്ഞ ഇതൊക്കെയാണ്. അവൾ ആ പട്ടിയെ ഷർട്ടിടിപ്പിച്ചു, ടൈ കെട്ടിപ്പിച്ചു. 200 പേരെ ക്ഷണിച്ചു. എത്ര പേരെ? 200 പേരെ. പട്ടിയുടെ പേര് ജിമ്മി എന്ന് വിചാരിച്ചു. അല്ല, വേറെ പേരാ. ഇവിടെ പേര് അന്നമ്മ എന്ന് വിചാരിച്ചു. ഇപ്പോൾ അന്നമ്മ ജിമ്മി. ദുർമാർഗം, ദുർമാർഗം. ഒരച്ഛൻ പറഞ്ഞു എന്നോട്, ജോയി, നാട്ടിലെ സ്റ്റൈലൊന്നും പ്രസംഗിക്കാതെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, സൂക്ഷിച്ചോട്, നിനക്കങ്ങ് പോകാം. അവരുടെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ദൈവ മക്കളെ, ക്രിസ്ത്യാനികളെ, നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ. ഞാൻ തികഞ്ഞ മദ്യപാനി, അശുദ്ധമായി എന്റെ ശരീരം എടുക്കാൻ ജീവിച്ചാണ്. ഇതിനേക്കാൾ 3 ഇരട്ടി ആരോഗ്യമുള്ളപ്പോൾ എന്റെ സുഹൃത്തുക്കൾ വിളിച്ചറിയാം. ആ കൊച്ചു പ്രായത്തിൽ അശുദ്ധിയെ വിട്ടഴിഞ്ഞു. കർത്താവായ യേശുവിനെ ഉള്ളത്തെ സ്വീകരിച്ചു. ദൈവം അടുത്തപ്പോൾ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ പ്രിയ യേശുവിന്റെ ജീവൻ, ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ശക്തി ഉള്ളിൽ വരുമ്പോൾ അത്ഭുതകരമായ മാറ്റം ദൈവം തരാനും കഴിയാവില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവാണ്. വ്യക്തി ബന്ധത്തിൽ പാപ വഴികൾ വിട്ടൊഴിഞ്ഞ് ദൈവത്തോട് ചേർന്ന് രക്ഷിക്കപ്പെട്ട ആത്മീയ ചൈതന്യം പ്രാപിച്ച് ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. 4 കാര്യം പറഞ്ഞ സമയം 5 മിനിറ്റ് കുഴപ്പമില്ലല്ലോ. പെട്ടെന്ന് നിർത്താം. സമയം പോയോ? കുഴപ്പമില്ല. പണ്ടിവിടുത്തെ കുർബാനകൾ പ്രസംഗിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 90 മിനിറ്റാണ്. നിങ്ങൾ ആരും പള്ളിയിൽ ഇറങ്ങിപ്പോയില്ല. ഫാമിലി സൺഡേ ആണല്ലോ കുർബാനയിലെ പ്രസംഗിച്ച. അപ്പൊ ഞാൻ അങ്ങനെയുള്ളൊരു ലോകത്തിലൊരു പള്ളിയിൽ ഇത്രയും സമയം അന്ന് പ്രസംഗിച്ചുള്ളൂ. അവിടെ വിവരിക്കുന്നില്ല. 4 കാര്യം പറഞ്ഞ് ഇനി 5-6 മിനിറ്റുള്ള പ്രസംഗം നിർത്താൻ പോവാം. പ്രിയപ്പെട്ട വിശ്വാസികളെ, നാളെ വരുമോ? 4 വരത്തില്ല. അവിടെ കൂടെ പ്രോഗ്രാം ഉണ്ട് അല്ലേ മക്കളെ? ഇത്രയും പേര് വന്നല്ലോ. ഇന്നലെയും വന്ന് കുറച്ച് പേർ.
വരാത്തവരുണ്ട്, ഒരുപാട് മടിയന്മാർ വീട്ടിൽ ഇരിപ്പുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. മുൻപോട്ട് പോട്ട്. ദൈവമകളെ, അവൾ 4 കാര്യം ചെയ്യുമ്പോൾ 3 കാര്യം ദൈവം ചെയ്യും. പെട്ടെന്ന് 5 പ്രസംഗത്താ ഒന്ന് വായിച്ച വാക്യം. 1 ദൈവം ചെയ്യുന്ന കാര്യമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടു. മതി മോനെ, നിർത്തണ. കേട്ടു. പുള്ളി ന്യൂയോർക്ക് സ്റ്റൈലാണ് വായിക്കുന്നതാ. ഞാൻ കേട്ടു. നിന്റെ വിഷയം, നിന്റെ ഉത്തരം, നിന്റെ ഭാരം, നിന്റെ ചർച്ചിലെ വിഷയം, കമ്മിറ്റിയിലെ വിഷയം, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം, നിന്റെ രോഗം, നിന്റെ ഏത് വിഷയമാണേലും ദൈവം പറയുവാണ്, ഞാൻ കേട്ടു. ഞാന് കേട്ടെന്ന് ഉത്തരം തരാൻ ദൈവം മതിയാവനാണ്. കേട്ടെന്ന് ആര് നമ്മുടെ എല്ലാ പ്രോബ്ലം ഭാര്യയോട് പറയാനൊക്കോ? ഭർത്താവോട് പറയാനൊക്കത്തില്ല, കുഞ്ഞുങ്ങളോട് പറയാനൊക്കത്തില്ല, എല്ലാം ഒന്നും പറയാനൊക്കെ. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞേക്കാം, പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച കഥകളൊന്നും ഭർത്താക്കന്മാരോട് പറഞ്ഞേക്കാം. കല്യാണം എന്ന് കഴിച്ചോ അന്ന് നമ്മുടെ ജീവിതം പറഞ്ഞാൽ മതി. സ്തോത്രം. ഞാനിവിടെ SC പള്ളി പ്രസംഗിച്ചപ്പോ വർഗീസ് മാധവ പറഞ്ഞു, ജോയിച്ചാന്റെ സാക്ഷിയൊക്കെ പറയാൻ പറയാം. അപ്പൊ എന്റെ ഭാര്യ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞു, വെച്ചോ എല്ലാം പറഞ്ഞാൽ ഭാര്യ ഇട്ടേച്ച് പൊക്കളേ. അതുകൊണ്ട് എല്ലാം പറയാൻ ഒക്കത്തില്ല. എല്ലാം ഗുണക. എന്നാൽ നമ്മുടെ എല്ലാ വിഷയവും ആരോട് പറയാം? എന്റെ ദൈവമേ, എന്റെ വിഷയം കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നല്ലോ. മണിക്കൂർ ധ്യാനിക്കേണ്ട ഒറ്റ വാക്ക്, ഞാൻ കേട്ടോ. നമ്മുടെ ഉത്തരം, നമ്മുടെ ട്രിനിറ്റി പള്ളി സംഘടിപ്പിച്ച കൺവെൻഷന്റെ 2ാമത്തെ രാത്രി യോഗത്തിൽ ഒന്നിച്ചുള്ള സംയുക്ത കൺവെൻഷനിൽ അടുക്കുന്ന മനുഷ്യന്റെ വിഷയത്തിന്മേൽ ഉത്തരം പകരുന്നു. ദൈവം ജീവിക്കുന്നു. ഞാൻ കേട്ടു. ഹല്ലേലൂയ. 2 അടുത്ത വാക്കത്ത് വാ. 2 ഞാൻ നിങ്ങളുടെ പാപം ക്ഷമിച്ചു. പാപം ക്ഷമിച്ചു. പാപം എനിക്ക് ഞാൻ ആദ്യ ദിവസം പ്രസംഗിച്ചപ്പോൾ ഇവിടുത്തെ ഇടവക കണക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞ് എന്നെ അല്ല നോക്കി, എൻ്റെ ബൈബിൾ നോക്കി, വല്ല കുറിപ്പ് കയ്യിലുണ്ടോ. അവൻ്റെ വീട്ടിലായിരിക്കുന്ന ഫുഡ് തന്നതും എൻ്റെ ഇനി പ്രത്യേക കുറിപ്പൊന്നുമില്ല. ഞാനിങ്ങനെ മുട്ടമേ നിന്ന് ഞാനും അച്ഛനും കൂടി മധുവായി കാറ്റ് പ്രാർത്ഥിച്ചു, മോളിമാമയും ചോദിച്ചാലും കൂടി പ്രാർത്ഥിച്ചു, അച്ഛനെ വാട്സ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് ഞാൻ മെസ്സേജ് എടുക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എന്നോട് നിങ്ങൾ പിണക്കരുത്. ഞാനിങ്ങനെ തുറന്നൊക്കെ പറയും. നിങ്ങളൊക്കെ പറഞ്ഞ് എന്നോട് പിണക്കുണ്ടോ? പിണങ്ങി എനിക്കെന്നാ? ഞാൻ കേട്ടു. ദൈവം പറയുവാണ്, നിന്റെ ഭാരം ദൈവം കേട്ടു. 2 ദൈവം ചെയ്യുവാണ്. എന്തോ വായിച്ചതാ? കർമ്മത്തിനോ ആചാരങ്ങൾക്കോ നേർച്ചകൾക്കോ പുണ്യമായ വഴികൾക്കോ ലോകത്തിൽ ഒന്നിനും ഒരു മനുഷ്യന്റെ പാപക്കറകൾ കഴുകുവാൻ പവറില്ല. എന്നാൽ ക്രൂസിൽ യാഗമായി തീർന്ന യേശുവിന്റെ ചങ്കിയിൽ ഒഴുകിയ രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ദൈവം ശുദ്ധീകരിക്കും. 12 ദൈവമക്കൾ ഉറപ്പുറച്ച സ്തോത്രം ചെയ്യും. നമ്മുടെ ഒരു പോരായ്മയുള്ളവരും നമ്മുടെ കൊച്ചു ജീവിതത്തിന്റെ തോൽവികൾ ദൈവം നമ്മളെല്ലാം വലിയ ഭക്തരെന്ന് പോലെ പോരായ്മയുള്ളവർ. പക്ഷെ ഒരു ദിവസം അത് പള്ളി വെച്ചാകാം, VBS വെച്ചാകാം, സൺഡേ സ്കൂളിൽ വെച്ചാകാം. ഞാൻ കർത്താവിന്റെ 1974 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഞായറാഴ്ച രാത്രിയിൽ KV ചെറിയാച്ചന്റെ പ്രസംഗമധ്യയിൽ എന്റെ ജീവിതം കർത്താവിനെ കേൾപ്പിച്ചു. 40 വർഷം കഴിഞ്ഞു. അവിടെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ ഉറപ്പുണ്ടോ? ഈ ധൈര്യമുണ്ടോ? എന്റെ ദൈവം എന്റെ പാപം ക്ഷമിച്ചെന്ന കൈകാരുടെ ഉണ്ടോ? ഇല്ലേ? പാടില്ല. ഉണ്ടോന്ന്? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ക്ഷമിച്ചെന്ന് ഉറപ്പുണ്ടോ? ഏത് പാപം ലംഘനം ക്ഷമിച്ചും പാപം കുറച്ച് കിട്ടിയവൻ ഭാഗ്യവാൻ.